കോൺഗ്രസിൽ ഒരുപാട് നടന്മാരുണ്ട്. ആ നടന്മാരിൽ അഭിനയം താരതമ്യേന അറിയില്ലാത്ത ഒരാളാണ് ജ്യോതികുമാർ. ഈ ചാമക്കാല പ്രഭാകരൻ പിള്ളയെ കുതികാല് വെട്ടിയിട്ടാണ് ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ജ്യോതികുമാർ ചാമക്കാലയെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ഒരുപാട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ചും CPM നേതാക്കന്മാരെ കുറിച്ചും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ചും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിലെ പ്രധാന റോള് വഹിച്ച ആളാണ് ഈ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്നത്. അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിന്റെ ഒരു അനിവാര്യത കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകണമെന്നേ. കേരളത്തിലെ ആദ്യത്തെ KPCC ജനറൽ സെക്രട്ടറിയാണ് ക്യാമറമാനെയും വീഡിയോഗ്രാഫറെയും കൂടെ കൊണ്ടു നടന്ന് റീൽസ് എടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. നമസ്കാരം. പത്തനാപുരത്ത് ഇപ്രാവശ്യം UDF-നാണ് മേൽക്കൈ. ഇത് ജ്യോതികുമാർ ചാമക്കാല എന്ന നേതാവിന്റെ ഒരു വിജയം കൂടിയല്ലേ? ജ്യോതികുമാർ ചാമക്കാല KPCC സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹം ട്രഷറർ ആകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല കണക്കപ്പള്ളിയാണ് പുള്ളി. പക്ഷേ ഒരു മോശം നടനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അനിയത്തിപ്രാവില് സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. കുഞ്ചാക്കോവരൊക്കെ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. ഈ ബേബി ശാലിനി തിരിച്ചുവരവ് നടത്തിയ സിനിമയായിരുന്നു ഈ അനിയത്തിപ്രാവ് എന്ന് പറയുന്നത്. അതിനകത്ത് ശാലിനിയുടെ സഹോദരനായിട്ട് അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ഏറ്റവും ഇളയ സഹോദരനായിട്ട് അഭിനയിക്കുന്നത്. ആ സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട അഭിനയം അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അഭിനയം ആ പറഞ്ഞ കക്ഷിയുടെ ആയിരുന്നു. എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിൽ ഒരുപാട് നടന്മാരുണ്ട്. ആ നടന്മാരിൽ അഭിനയം താരതമ്യേന അറിയില്ലാത്ത ഒരാളാണ് ജ്യോതികുമാർ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ അത് പൊളിഞ്ഞു പോകും. ഇപ്പം നിലമ്പൂര് ഈ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് വയറിട്ട് ഒരു ആൾ മരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. ആ മരിക്കുന്ന സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ പോയി ബഹളമൊക്കെ വെക്കുന്ന റീൽസൊക്കെ എടുത്ത് ഇട്ടതിന് ശേഷം പുറത്തു വന്നിരുന്ന് ചായ കുടിച്ചിട്ട് അതിന്റെ സെൽഫി എടുത്തിട്ടിട്ട് വിജയശ്രീലാളിതനായിട്ടിരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. അല്ലാണ്ട് മറ്റെന്താണ് തോന്നുക? കാരണം ഒരു അപകടം നടന്ന സ്ഥലത്ത് പോയി വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് മാധ്യമങ്ങൾക്കൊക്കെ മുമ്പിൽ വലിയ ഡയലോഗൊക്കെ അടിച്ചതിന് ശേഷം അന്ന് രാത്രി 12 മണിക്ക് തന്നെ വന്നിരുന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വളർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അഞ്ചൽ സ്വദേശിയാണോ? ഇദ്ദേഹം ജനിച്ചത് പനഞ്ചേരി എന്ന് പറയുന്ന, അഞ്ചലുള്ള പനഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള ചാമക്കാല പ്രഭാകരൻ പിള്ള, അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ഈ ചാമക്കാല പ്രഭാകരൻ പിള്ള എന്ന് പറയുന്നത്. ഈ ചാമക്കാല പ്രഭാകരൻ പിള്ളയെ കുതികാല് വെട്ടിയിട്ടാണ് ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ. കാരണം ഈ ചാമക്കാല പ്രഭാകരൻ പിള്ള എനിക്ക് തോന്നുന്നു DCC ഭാരവാഹിക്കായിരുന്നു. അത് കൂടാതെ കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വിജയത്തിന്റെ അവകാശവാദമൊക്കെ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. 7 പഞ്ചായത്തിൽ 6 പഞ്ചായത്തും ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെയാണ്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരു റോളും ഇല്ല. അത് അവിടെയുള്ള ആളുകൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് അവിടെ അങ്ങനത്തെ ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഇദ്ദേഹം എടുത്തു പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടെയുള്ള ചില കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബ്ലോക്ക് കമ്മിറ്റിയാണ് ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വരുന്നത്. തലവൂർ ബ്ലോക്കും അതോടൊപ്പം തന്നെ പത്തനാപുരം ബ്ലോക്കും. ഈ തലവൂർ ബ്ലോക്കിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ജ്യോതികുമാർ ഈ ചാമക്കാലയോട് കുറച്ചെങ്കിലും ഒരു താല്പര്യമുള്ളൂ. പത്തനാപുരത്തുള്ള ആളുകൾ കഴിഞ്ഞ 5 വർഷമായിട്ടും ഈ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുവാണ്. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തോണ്ടി അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ നടക്കുവാണ്. ഈ പത്തനാപുരത്തുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു പരിപാടിക്ക് പോലും ഈ ജ്യോതികുമാർ ചാമക്കാലയെ അടുപ്പിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് കൂടാതെ തന്നെ ജ്യോതികുമാർ ചാമക്കാല പ്രധാനമായിട്ടും ചുമതല വഹിച്ചിരുന്ന 2 പഞ്ചായത്തുണ്ട്. ഈ 2 പഞ്ചായത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ കയ്യിലിരുന്ന പഞ്ചായത്താണ്. അതിലൊരു പഞ്ചായത്ത് വെളുക്കുടി പഞ്ചായത്ത്, രണ്ടാമത്തേത് വെട്ടിക്കവല പഞ്ചായത്ത്. ഈ 2 പഞ്ചായത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഭരിക്കുന്ന LDF ആണ്. കാരണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മികവാണ് 2 പഞ്ചായത്തുകൾ, UDF-ന്റെ കയ്യിലിരുന്ന 2 പഞ്ചായത്തുകൾ LDF-ന്റെ പക്ഷത്തേക്ക് പോയത്. ഇനി അതവിടെ നിൽക്കട്ടെ. ജ്യോതികുമാർ ചാമക്കാലയെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ഒരുപാട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ചും CPM നേതാക്കന്മാരെ കുറിച്ചും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ചും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഇവരുടെ ഒക്കെ ഒരു ബയോഗ്രഫി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരമ്പര തന്നെ ആരംഭിക്കാം എന്ന് വെച്ചത്. അതിനുശേഷം നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന സമയത്ത് ഇദ്ദേഹം ശൂരനാട് രാജശേഖരന്റെ ഒപ്പമാണ് രാഷ്ട്രീയം ആരംഭിക്കുന്നത്. അഞ്ചൽ സ്വദേശിയായ കൊല്ലത്തെത്തുന്നു. കൊല്ലത്തെത്തിയതിനു ശേഷം ശൂരനാട് രാജശേഖരന്റെ ഡ്രൈവർ കം പിയൂൺ കം ക്ലർക്ക് കം കണക്കപ്പിള്ള കം എല്ലാമായിരുന്നു പുള്ളി. അങ്ങനെ ശൂരനാട് രാജശേഖരൻ വഴിയായിട്ട് ഇദ്ദേഹം കടവൂർ ശിവദാസിനെ പരിചയപ്പെടുന്നു. കടവൂർ ശിവദാസിനെ പരിചയപ്പെട്ട് പിന്നെ കടവൂർ ശിവദാസിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ ജീവിതം
അന്നേരത്തേക്ക് ഈ അദ്ദേഹം ചെയ്ത ഒരു നല്ല പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂരനാട് രാജശേഖരനെയും കടവൂർ ശിവദാസനെയും നേർക്ക് നേർ നോക്കിയാൽ കുത്തിക്കീറുന്ന രീതിയിലേക്ക് എത്തിച്ചിരുന്നു. നല്ല മിടുക്കനാണ് പുള്ളി. അപ്പോൾ കടവൂർ ശിവദാസനെയും ഈ ശൂരനാട് രാജശേഖരനെയും രണ്ട് കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. നേരെ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് ഈ മഹാനായിട്ടുള്ള ഈ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം നമുക്ക് ഈ കേരള ശബ്ദം എന്ന് പറയുന്ന ഈ വീക്ക്ലി മാഗസിൻ ഉണ്ട്. അതുകൂടാണ്ട് മലയാള മനോരമയ്ക്ക് അത് സുജിത് നായർ എഴുതിയിട്ടുള്ള ഒരു വലിയ ലേഖനമുണ്ട്. സുജിത് നായർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വി ഡി സതീശനൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മലയാള മനോരമയുടെ വളരെ നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് ഈ സുജിത് നായർ എന്ന് പറയുന്നത്. അന്ന് ഈ കേരള ശബ്ദത്തിൽ വന്നൊരു വാർത്തയാണ് മന്ത്രിമന്ദിരത്തിലെ മൂഷികൻ ആരെന്ന് ചോദിച്ചു. അന്ന് ഈ ഇലക്ട്രോണിക് മീറ്ററുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു അഴിമതി ആരോപണമുണ്ട്. ഈ ആരോപണത്തിലെ പ്രധാന റോള് വഹിച്ച ആളാണ് ഈ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള ശബ്ദം ഇന്ന് വേണമെങ്കിലും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കേരള ശബ്ദത്തിനെതിരെ വേണമെങ്കിൽ ഡിഫോർമേഷൻ ഫയൽ ചെയ്യാലോ, താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും ഇപ്പോൾ വിവരാവകാശ പ്രകാരം അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അത് കൂടാതെ തന്നെ ഇദ്ദേഹം സെനറ്റ് മെമ്പറായിരുന്നു. ഇദ്ദേഹം സെനറ്റ് മെമ്പറായിരിക്കുന്ന സമയത്ത് കേരള സർവകലാശാലയുടെ ആ സമയത്ത് എന്താ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ സ്വയാശ്രയ ലോ കോളേജുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചില്ലറ ഉണ്ടാക്കി. അതിനെ ഏതൊക്കെയോ സമയത്ത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ ലക്ഷ്മി നായരില്ലേ ലോ അക്കാഡമിയിലെ, അപ്പോൾ അവരും ജ്യോതികുമാർ ചാമക്കാലയും തമ്മിലുള്ള ശത്രുതയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയാശ്രയ ലോ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് കോളേജുകൾ അനുവദിക്കുന്നതിലെ വീഴ്ചകളെ കുറിച്ച് ഈ ലക്ഷ്മി നായർ ഏതോ സമയത്ത് എവിടെയോ വിളിച്ചു പറഞ്ഞു. ആ ഒരു ശത്രുത ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് ജ്യോതികുമാർ ചാമക്കാല. അതുകൊണ്ട് ഈ ലക്ഷ്മി നായർക്ക് എതിരെ എന്തെങ്കിലും പറയാനായിട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി വീഴും. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള വലിയൊരു അഴിമതി എന്ന് പറയുന്നത് അദാനിയുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ അദാനിയുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ അതൊരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കേരളം അഴിമതിയെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിന്റെ ഒരു അനിവാര്യത കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകണമെന്നേ. അതല്ല എങ്കിൽ ചാനൽ ചർച്ചകളിലും ചാനൽ റൂമുകളിലും വന്നിരുന്ന് താനാര എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഹീറോയായി മാറിയതിനു ശേഷം ഇദ്ദേഹം ഓസിന് ജയിച്ചങ്ങ് പോകാം എന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. ആകെ എടുക്കുന്ന പണി എന്താണ്? ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, റീൽസ് ഇടുക. ഇദ്ദേഹം എടുത്ത റീൽസുകൾ എന്ന് പറഞ്ഞാണല്ലോ സിനിമയെ വെല്ലുന്ന റീൽസുകളാണ്. അതായത് എമ്പുരാൻ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ ഇൻട്രോ പോലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ചില കാട്ടിൽ കൂടെയൊക്കെ നടന്നു പോകുന്നു. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിൻ്റെ കാല് കാണിക്കും, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ശരീരം കാണിക്കും. അതൊക്കെ പ്രത്യേക ആക്ഷൻസ് ആണ്. പുള്ളി വിചാരിക്കുന്നത് പുള്ളി നടന്നു പോകുന്ന കാണുമ്പോഴത്തേക്ക് കോൺഗ്രസ്കാരുടെയൊക്കെ രോമം ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് എണീറ്റ് നിൽക്കുമെന്നും. ഇതിനൊക്കെ ഒരു ടീം വേണമല്ലോ. അപ്പം ഈ പറയുന്ന നല്ലൊരു പ്രൊമോഷൻ ടീം ആവശ്യമുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ പൈസ കൊടുക്കണമെങ്കിൽ അഴിമതി നടത്തേണ്ടി വരുമല്ലോ. ഇപ്പൊ എനിക്കൊന്ന് 7ാമത്തെ 8ാമത്തെ കോൺഗ്രസിനകത്ത് തന്നെ ഗ്രൂപ്പിലെ പുള്ളി നിൽക്കുന്നത്. ആദ്യം ശൂരനാട് രാജശേഖരൻ, ശൂരനാട് രാജശേഖരനിൽ നിന്ന് പിന്നെ പുള്ളി നേരെ എത്തിയത് കടവൂർ ശിവദാസൻ. കടവൂർ ശിവദാസനെ ഒരു വഴിക്കെത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ പുള്ളി ദിവംഗതനായ പാവം പിടിച്ച PP തങ്കച്ചേട്ടൻ്റെ അടുത്ത് വന്നു, പെരുമ്പാവൂർ വന്നത്. ഈ തങ്കച്ചേട്ടനെ ഒരു വഴിക്കാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം നേരെ K സുധാകരന്റെ ഗ്രൂപ്പിലേക്ക് ആടിയത്. K സുധാകരനെ ഒരു വഴിക്കാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നേരെ രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് വന്നു. ഈ രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ രക്ഷയില്ലാതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്ത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ VD സതീശൻ്റെയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെയും രണ്ടുപേരുടെയും വള്ളത്തിൽ ഒരുമിച്ചാണ് ചവിട്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വള്ളത്തിൽ ഒരുമിച്ച് ചവിട്ടി നിൽക്കുന്ന സമയത്ത് ആരാണോ മുഖ്യമന്ത്രി, ഇപ്പൊ VD സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിൽ KC വേണുഗോപാലിനെ വള്ളത്തിൽ നേരെ തള്ളി താഴിടും. മറിച്ച് KC വേണുഗോപാൽ അങ്ങനെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ VD സതീശന്റെ വള്ളം തള്ളി താഴെയിട്ട് മറിച്ചു മുക്കും. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ഒന്നുമല്ല പത്തനാപുരത്തെ വിജയത്തിന്റെ ശില്പി എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കാതെ ഈ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ താമസിച്ചു, കുറെ റീൽസ് ഇട്ടു, കുറെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ളതിന്റെ പേരിൽ ഈ ജ്യോതികുമാർ ചാമക്കാലയെ പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാലത്തെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇപ്പൊ VD സതീശന്റെയൊക്കെ KC വേണുഗോപാലിന്റെ ഒക്കെ വാശി കൊണ്ട് ഈ പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റി മൊത്തം പുള്ളിക്കെതിരാണ്. അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവുമായിട്ട് കൃത്യമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇതൊരു വാർത്തയായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വ്യക്തിഹത്യയായിട്ട് ചെയ്യുന്നതല്ല. ഒരുപക്ഷെ UDF 2026 അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ആളുകളൊക്കെ MLA-മാരായിട്ടും ജനപ്രതിനിധികളൊക്കെ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആ സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ കൂടാരമായിട്ട് മാറും.
അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഈ തലവൂർ ബ്ലോക്കിൽ കുറെ പൈസയൊക്കെ ഇറക്കി ഇദ്ദേഹം കുറെ ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തോട് ചെറിയൊരു താല്പര്യമുണ്ട്. കുറച്ച് പിള്ളേരെയൊക്കെ കൂട്ടി റീൽസ് എടുക്കും. എവിടെയെങ്കിലും കോൺഗ്രസിന്റെ ഒരു കൊടി കാണുകയും അവിടെ 8-10 പിള്ളേർ കൂടി നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ചാടി ഇറങ്ങും. അവിടെ ചാടി ഇറങ്ങിയിട്ട് അപ്പം തന്നെ റീൽസ് എടുക്കും. പുള്ളി ഫ്രണ്ടിൽ നടക്കും. അതിനുശേഷം അതിൻ്റെ അവിടെ സൈഡിൽ നിൽക്കുന്ന കുട്ടികൾ എന്നിട്ട് സ്ലോ മോഷനാക്കും, റീൽസ് ഇടും. ഞാൻ പറയുന്നത് തമാശ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ജ്യോതികുമാർ ചാമക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കൂ, പേജ് എടുത്ത് നോക്കൂ, അതിനകത്ത് അറിയാൻ സാധിക്കും. VD സതീശനോ KC വേണുഗോപാലിനോ പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു PR ടീം, ഒരു ക്യാമറമാൻ, ഒരു വീഡിയോഗ്രാഫർ, ഇവരെ രണ്ടുപേരെയും കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനെ കണ്ടിട്ടുണ്ടോ? സാധാരണ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാരൊക്കെ ഇങ്ങനെ ആളുകളെ കൊണ്ടു നടക്കുന്നത് കാണാം. പക്ഷെ ഇത് ഒരു KPCC ജനറൽ സെക്രട്ടറി, കേരളത്തിലെ ആദ്യത്തെ KPCC ജനറൽ സെക്രട്ടറിയാണ് ക്യാമറമാനെയും വീഡിയോഗ്രാഫറെയും കൂടെ കൊണ്ടു നടന്ന് റീൽസ് എടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ ചാമക്കാല പ്രഭാകരൻ പിള്ളയുടെ മരുമകനായിട്ടുള്ള ഈ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഇപ്പോൾ 2 ഗ്യാസ് ഏജൻസി ഉണ്ട്, 10-12 ബസ് ഉണ്ട്, ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്താന്നേ? വളരെ സാധാരണ ജീവിത ശൈലിയിൽ നിന്ന് വന്നിട്ട് ഒരു ബിസിനസ്സും ചെയ്യാതെ നാളിതുവരെ ഒരു ബിസിനസ് ചെയ്തതായിട്ട് ആ നാട്ടുകാർക്കറിയില്ല. ഈ പത്തനാപുരത്തുകാർക്കല്ല, അഞ്ചലുകാർക്കും അറിയത്തില്ല. ഇത് കൂടാണ്ട് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ അഞ്ചല ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത്, ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് വിജയിച്ചിരിക്കുന്ന ആരാന്നറിയോ? ആ സ്ഥലത്ത് വിജയിച്ചിരിക്കുന്നത് BJP കാൻഡിഡേറ്റ് ആണ്. അതിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റും. അതിനുശേഷമാണ് ഈ നാട് നീളം നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ രക്ഷയില്ലാഞ്ഞിട്ടാണ് പത്തനാപുരത്ത് പോയി താമസിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് വേണ്ടിയിട്ട് ജ്യോതികുമാർ ചാമക്കാലയേക്കാളൊക്കെ ഭംഗിയായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ജ്യോതികുമാർ ചാമക്കാല ഈ മാധ്യമങ്ങളുടെ ഉറ്റ സുഹൃത്തായിട്ട് മാറിയത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ വ്യക്തിപരമായിട്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ ഒന്നും പറയാനായിട്ടില്ല. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയാണ് പത്തനാപുരത്തെ UDFന്റെ വിജയശില്പി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിനൊരു തെറ്റു പറയാൻ പറ്റാത്തൊരു കാരണം VD സതീശൻ പറയുന്നത് VD സതീശനാണ് കോൺഗ്രസിനെ മുഴുവൻ ജയിപ്പിച്ചതെന്ന്. അത് കണ്ടിട്ടല്ലേ ഇവർ പഠിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട ഈ മുതലിനെ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ട ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ ഈ റീൽസ് ഇട്ട് ആളാകുന്നത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആളുകൾ പറയും. അവിടെയുള്ള ഒരു വളരെ മാന്യനായിട്ടുള്ള ഒരു മധ്യവയസ്കൻ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു ധാഷ്ടിക്കാരനാണ്, ഇയാളൊരു അഹങ്കാരിയാണ്, അതിലൊക്കെ ഉപരി ഇയാളൊരു അഴിമതിക്കാരനാണ്. അതാണ് ജ്യോതികുമാർ ചാമക്കാല. ഈ പദം തന്നെയാണ് ആ മനുഷ്യൻ ഉപയോഗിച്ചത്. ആ ജ്യോതികുമാർ ചാമക്കാലയെ വീണ്ടും പത്തനാപുരത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന് പത്തനാപുരം നഷ്ടപ്പെടും. അവിടെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരെന്നറിയോ? KB ഗണേഷ് കുമാറാണ്. KB ഗണേഷ് കുമാറിനെ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവിടെ ജ്യോതികുമാർ ചാമക്കാലയെ പോലുള്ള അഴിമതിക്കാരനായിട്ടുള്ള, ഞാൻ പറഞ്ഞത് ഈ മന്ത്രിമന്ദിരത്തിലെ മൂഷികനാര് എന്ന് ചോദിച്ചുകൊണ്ട് മലയാള മനോരമയും കേരള ശബ്ദവും പരമ്പര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സ്വയാശ്രയ ലോ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയെക്കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അദാനി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതി ബിഗ് ബ്രേക്കിംഗ് ആണ് കേരളത്തിന്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെ കോൺഗ്രസ് നേതൃത്വം എന്തിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് UDF നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. ഇത് പറയുക എന്നുള്ള ഒരു മാധ്യമ ദൗത്യമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്.